ഓം ശാന്തി. ഗീതാ രാജയോഗ ശിബിരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും മനസ്സിലാക്കുകയും ആത്മാവ് തൻ്റെ പിതാവായ പരമാത്മാവിലേക്ക് ബുദ്ധിയുടെ യോഗം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗീതാ രാജയോഗ സപ്താഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഓരോരോ മാർഗങ്ങളായിട്ട് ഗീതയിലെ പല പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്തു. അതിനുപരി പുതിയതായി ഈശ്വരൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനത്തെയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുകയുണ്ടായി. ഗീതയല്ല, ഏത് ശാസ്ത്രം തന്നെ പഠിച്ചാലും ആത്മാവിനെ പരമാത്മാവുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ മാത്രം അത് ഉപയോഗത്തിൽ വരും. അങ്ങനെ ഒരു ഉദ്ദേശം നമ്മൾ വയ്ക്കുന്നില്ലാത്തിടത്തോളം കാലം ഈ പഠിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കാതെ പോകും എന്നത് ഗീതയിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് പഠിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ധ്യാനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം പോലും നമ്മളോട് വളരെയധികം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാത്മപരിവർത്തനത്തിന്റെ സന്ദേശമാണ്. നമ്മൾ ഓരോരുത്തരും കലിയുഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്, കലിയുഗത്തിന്റെ രാവണത്വങ്ങളിൽ നിന്നും കലിയുഗത്തിന്റെ വികാര വിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സത്യയുഗത്തിന്റെ ദൈവീക സ്വഭാവ വിശേഷങ്ങളിലേക്ക് ഒരു പരിവർത്തനം നടത്തേണ്ട സമയമായിരിക്കുന്നു. അതിന് ആത്മാവിന്റെ സങ്കല്പങ്ങൾ ഈശ്വരനിലേക്ക് യോജിക്കുകയും ഈശ്വരനിൽ നിന്നുള്ള ഊർജത്തിന്റെ കിരണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത് നമ്മുടെ പാപകർമ്മങ്ങളെ ഭസ്മമാക്കി പാവനമായി മാറേണ്ട ഒരു സമയം കൂടി ആയിരിക്കുകയാണ്. അതിനാൽ ഈശ്വരൻ ഈശ്വരീയ വിദ്യാലയത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഗീതയിലെ 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ഒരു ശ്ലോകം നമുക്ക് പരിചയപ്പെടാം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്, എന്റെ ദിവ്യമായ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുകയും അവർക്കുള്ളതിനെയെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് ഈ ശ്ലോകം. അതായത് എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർ, ഈശ്വരന്റെ എന്ത് രൂപമാണ്? ദിവ്യരൂപമാണ്. ദിവ്യരൂപം എന്ന് വെച്ചാൽ പ്രകാശരൂപം, ചൈതന്യരൂപം. അപ്പോൾ ഈശ്വരനെ സൂക്ഷ്മ പ്രകാശരൂപത്തിൽ, വളരെ തേജോമയമായ ഒരു ചൈതന്യരൂപത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർ, മാത്രമല്ല എല്ലായ്പ്പോഴും ഈശ്വരനെക്കുറിച്ചുള്ള സ്മരണകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഉള്ളതെല്ലാം നിലനിർത്തലും അവർക്ക് വേണ്ടതെല്ലാം നൽകലും എന്റെ ജോലിയാണ്. അത് ഞാൻ ചെയ്യും എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് വാക്ക് തരികയാണ്, ഉറപ്പു തരികയാണ്. ഇതും നിങ്ങൾക്ക് ഈശ്വരീയ വിദ്യാലയത്തിൽ നിന്ന് കാണാവുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് പരിശീലനം കഴിഞ്ഞിരിക്കുന്ന ഓരോ ഈശ്വരീയ വിദ്യാർത്ഥികളും ഇതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഈശ്വരനെ ധ്യാനിക്കലില്ല. അവർ ഈശ്വരനെ ധ്യാനിക്കാൻ വേണ്ടി തന്നെ ഈശ്വരനെ ധ്യാനിക്കുന്നു. അതിന്റെ പിന്നിലൊരു ഉദ്ദേശം വെച്ചിട്ടല്ല. പക്ഷെ അവർ സദാ പ്രസന്നരായും സദാ സമ്പന്ന അവസ്ഥയിലിരിക്കുന്നവരായും കാണാം. സമ്പന്നത എന്ന് വെച്ചാൽ ഒരു നിറഞ്ഞ അവസ്ഥ. ഇത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ കണ്ടാൽ അറിയാം. അത് വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഇവിടെ വരുന്നുണ്ട്. പല മതത്തിലുള്ളവരും പല ജാതിയിലുള്ളവരും എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഒന്നാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒരു ഈശ്വരന്റെ മക്കളാണ്. അവർ യാചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഈശ്വരന് മുന്നിൽ ഒരു പ്രാർത്ഥിക്കുന്ന, ഒരു യാചിക്കുന്ന അവസ്ഥ ഇവരിൽ ആരിലും ഉണ്ടാവില്ല. ഇവരുടെ എല്ലാം വിശേഷത എന്താന്ന് വെച്ചാൽ ഇവർ ഈശ്വരനെ ഓർമ്മിക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അവർക്ക് നിറവ് സ്വമേധയാ കാണപ്പെടും. ഇതാണ് ഈശ്വരൻ ഈ ശ്ലോകത്തിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അവർക്കുള്ളതിനെയൊക്കെ നിലനിർത്തുകയും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ഞാൻ സദാ സന്നദ്ധനാണ്. എങ്ങനെയെങ്കിൽ എന്നെ സദാ സ്മരിക്കുകയും എന്നെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ എല്ലാം നിറച്ചു നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി ഗീതയിലെ 9-ാം അധ്യായത്തിലെ 23, 24 എന്നീ ശ്ലോകങ്ങളൊന്ന് പരിചയപ്പെടണം. ഇത് അജ്ഞാനികളെ കുറിച്ചാണ് പറയുന്നത്, അഥവാ ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ കുറിച്ച്. യേ അപ്യന്യദേവതാ ഭക്താ യജന്തേ ശ്രദ്ധയാന്വിതാ തേ അഭിമാമേവ കൗന്ദേയ
യജന്ത്യവിധിപൂർവകം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച ന തു മാമഭിജാനന്തി തത്വേന തസ്യ വന്ദിതേ. ഇതിൽ പറയുന്നത് മറ്റ് പലരെയും ആരാധിക്കുന്നവർ, അതായത് ഞാനല്ലാത്ത പരമദിവ്യോത്തമ പുരുഷനായ പരമാത്മാവിനെ അല്ലാതെ, ഒരേയൊരു ജ്യോതിസ്വരൂപനായ ഈശ്വരനെ അല്ലാതെ മറ്റേതൊക്കെയോ ഈശ്വരന്മാരുണ്ട് എന്ന് കരുതി ആരാധിക്കുന്നവർ, മറ്റു പലതിലും ആശ്രയിച്ചിരിക്കുന്നവർ, അവരും എന്നെ തന്നെയാണ് പരോക്ഷമായി ആരാധിക്കുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അല്ലാതെ വേറെ ഒരുപാട് ദൈവങ്ങളില്ലേ, അത് ഈശ്വരനല്ലേ അറിയുള്ളൂ. ഈശ്വരൻ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവരാരെയൊക്കെ ആശ്രയിച്ചാലും ശരി, അവരാശ്രയിക്കുന്നത് എന്നെ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഒരു പരാതി ഫോണിലൂടെ വിളിച്ചു പറയുകയാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് പരാതി. ഞാനും പരാതി പറയാണ്, നിങ്ങളും പരാതി പറയാണ്, അവരും പരാതി പറയാണ്, ഇവരും പരാതി പറയാണ്. എല്ലാവർക്കും പരാതിയുണ്ട്. എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് ഈ കാര്യം അവതരിപ്പിക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫോണിലൂടെ വിളിക്കുകയാണ്. ഒരാൾ വിളിച്ചത് നോക്കിയ ഫോണിലൂടെ ആയിരിക്കും, ഒരാൾ വിളിച്ചത് LG ഫോണിലൂടെ ആയിരിക്കും, ഒരാൾ വിളിച്ചത് സാംസങ് ഫോണിലൂടെ ആയിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കമ്പനികളുടെ ഫോണുകളിലൂടെയാണ് വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഓരോരോ രൂപത്തിലുള്ള യന്ത്രങ്ങളിലൂടെയാണ് ആവശ്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഈ ആവശ്യങ്ങളൊക്കെ കേട്ട് അതിനുള്ള പരിഹാരം ചെയ്തു തന്നതാരാ? ഈ ഓരോ ഫോണുകളാണോ? അല്ല. ഈ ഫോണിന് മുന്നിൽ നമ്മൾ പറഞ്ഞു, ഇത് കേട്ടത് മുഖ്യമന്ത്രിയാണ്, ഇതെല്ലാം പരിഹരിച്ചു തരാൻ ആ ആളെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോണിന് ഇത് മനസ്സിലായിട്ട് പോലും ഇല്ല എന്താ പറഞ്ഞത് എന്നുള്ളത്. അതൊരു ജഡവസ്തുവാണല്ലോ. ഇതുപോലെ പല പല രീതികളിലുള്ള ആരാധനകൾ പലതിനും മുന്നിൽ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിലും അവയൊന്നുമല്ല നിങ്ങൾക്കിതൊന്നും ചെയ്തു തരുന്നത്. അവയെല്ലാം ഞാൻ സ്വീകരിച്ച് ഞാൻ തന്നെയാണ് നിങ്ങൾക്കുള്ളത് ചെയ്തു തരുന്നത്. പരോക്ഷമായിട്ട് എന്നെ ആരാധിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതാണ് ഭഗവാൻ വ്യക്തമാക്കി തരുന്നത്. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, എന്നാൽ അത് വിധിപൂർവമല്ല എന്നാ പറയുന്നത്. അവരെന്നെ സമീപിക്കുന്നത് വിധിപൂർവമല്ല. അവരുടെ ഇടയിൽ ഒരാളെ വെച്ചിട്ടുണ്ട്, ആ ആളിലൂടെ കിട്ടുള്ളൂ. നേരിട്ട് സമീപിക്കുന്നതിന്റെ അത്ര ഫലപ്രാപ്തി ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഇടനിലക്കാരെ നിർത്തിയിട്ടുള്ള ആരാധന എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പോൾ നേരിട്ട് പരമാത്മാവുമായുള്ള ബുദ്ധിയുടെ സംയോജനത്തെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്നോ, സർവരുടെയും നാഥനായി ഞാൻ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ, അതായത് ഞാൻ ഈ ആരാധിക്കുന്നത് ആരാണോ ആ ആള് തന്നെയാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നത് എന്ന് തെറ്റിദ്ധരിച്ചവർ, ഇതിന് ഈ തിരശീലയ്ക്ക് പിറകിലിരിക്കുന്ന ആളെ അറിയാത്തവർ, സംവിധായകനെ അറിയാത്തവർ, അതായത് ഒരു നാടകം കാണുമ്പോൾ നാടകത്തിലെ അഭിനേതാക്കളാണ് സർവസ്വം എന്ന് വിചാരിച്ചിരിക്കുന്നവർ, അതിനു പിറകിൽ അവരെപ്പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത് അറിയാത്തവർ, അതുപോലെ ഈ ഭൂമിയിലുള്ള ദേവീദേവന്മാരെയും ഋഷിമുനി പരമ്പരകളെയും ആരാധിക്കുന്നവർ, അവരെ പോലും നയിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാത്തവർ, അങ്ങനെയുള്ളവർക്ക് വീഴ്ച പറ്റും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് അങ്ങനെയുള്ളവർ ഉയരുകയല്ല, അവർ താഴ്ന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വീഴ്ച പറ്റും എന്ന് പറയുന്നത്. ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാത്മാവിൽ തന്നെ അഭയം പ്രാപിക്കണം, ജ്യോതിസ്വരൂപനായ ഭഗവാനെ തന്നെ ധ്യാനിക്കണം. ഇതാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 9-ാം അധ്യായത്തിലെ 27-ാം ശ്ലോകത്തിൽ പറയുന്നു, ഒരു യോഗി ഈശ്വരനെ സദാ ഓർമ്മിക്കുകയും ഈശ്വരനിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തി, അവരാണ് യോഗി. അവർ എന്തു ചെയ്യും, എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ് ഇനി. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമദർപ്പണം. ഇവിടെ പറയുന്നത്, നീ എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. നമുക്ക് വേണ്ടി തരികയാണ് കേട്ടോ, ഈശ്വരൻ ഉപദേശം തരികയാണ് നമുക്ക് വേണ്ടി. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. എന്ത് കഴിക്കുമ്പോഴും എനിക്ക് അർപ്പിച്ചുകൊണ്ട് കഴിക്കുക, എന്നിൽ അർപ്പിക്കുക കഴിക്കുന്നതിനെ. പിന്നെ എന്ത് സാധന ചെയ്യുമ്പോഴും ആ സാധന പോലും ഈശ്വരന് അർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യരുത്. നമ്മൾ മുൻപ് ചിന്തിച്ചിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ഈശ്വരന് മുന്നിൽ പലതും കൊണ്ട് അർപ്പിക്കുന്നത്. ഇതാ കാര്യമല്ല പറയുന്നത്. ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും എന്നെ ഒന്ന് സ്മരിക്കുക, എന്ത് കഴിക്കുമ്പോഴും എന്നെ ഒന്ന് സ്മരിക്കുക,
എവിടേക്ക് പോകുമ്പോഴും എന്നെ ഒന്ന് സ്മരിക്കുക. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സിനെ യോഗയുക്തമാക്കാനുള്ള വിദ്യ. ഓരോ കർമ്മത്തിലും ഈശ്വരനെ കൂട്ടുകാരനാക്കുക. ഓരോ കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതാണ് ഈശ്വരൻ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തൊരു ശ്ലോകത്തിൽ ഇതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. 9-ാം അധ്യായത്തിലെ 29-ാം ശ്ലോകം ശ്രദ്ധിക്കൂ. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ അസ്തി ന പ്രിയ യേ രജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഇവിടെ പറയുന്നത് എനിക്ക് ആരോടും പക്ഷപാതമൊന്നുമില്ല. അതാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത്. എനിക്ക് ആരോടും പക്ഷപാതമില്ല, സമഭാവമാണ് എല്ലാവരോടും. പക്ഷെ എന്നെ സേവിക്കുന്നവർ എന്റെ സുഹൃത്തുക്കളാണ്. ആരോടും പക്ഷപാതം ഉണ്ടായതുകൊണ്ടല്ല. ഒരാൾ കൂടുതലായിട്ട് ഈശ്വരനിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈശ്വരനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ. ഈശ്വരനെ സ്മരിക്കുക, ഈശ്വരാർപ്പണമായി ജീവിക്കുക. അവർ ഈശ്വരനേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനും എന്തു തോന്നും? ഇതെന്റെ കൂട്ടുകാരനാണ്, ഈ കുട്ടി സദാ എന്റെ സ്മരണയിലാ ജീവിക്കുന്നത്, അവർ സദാ എന്നോടൊപ്പമുള്ള അവസ്ഥയിലായിരിക്കും. അതായത് അവർ ഈശ്വരന്റെ അടുത്തു തന്നെയുള്ള ഒരു അനുഭവം ഉള്ളവരായിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ അർത്ഥം മറ്റുള്ളവരോടൊക്കെ പക്ഷപാതമാണ്, ഈശ്വരൻ ഇവരുടെ കൂടെയാണെന്നല്ല. അത് അവരുടെ തന്നെ പരിശ്രമത്തിന്റെ ഫലം കൊണ്ട് ഈശ്വരൻ സദാ അവരുടെ ഒപ്പമുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകും. ഈശ്വരനായിട്ട് ചെയ്യുന്നതല്ല, അത് സ്വന്തം പരിശ്രമമാണ്. അപ്പൊ നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ ഉള്ളതായിട്ടുള്ള അനുഭവം ഉണ്ടാകണമോ? നമ്മൾ പരിശ്രമിച്ചാൽ മതി. നമ്മൾക്കാണ് ചെയ്യേണ്ടത്. ഈശ്വരൻ ഇങ്ങോട്ട് സ്റ്റെപ്പ് വെക്കില്ല, നമ്മൾ അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണം. ആരൊക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കുന്നോ അവരൊക്കെ ഈശ്വരന്റെ സമീപസ്ഥരാകും. ഈശ്വരന്റെ സമീപസ്ഥരായാൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് ഈശ്വരനെ ആയിരിക്കും. ഇപ്പോൾ പൊതുവെ ഭക്തരെല്ലാം അങ്ങനെയാ. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓർമ്മ വരിക ഈശ്വരനെ. എന്തെങ്കിലും ഒരു നല്ല കാര്യം കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ഈശ്വരനെ ആയിരിക്കില്ല. അത് സ്വന്തം കുടുംബത്തിൽ തന്നെ അങ്ങോട്ട് കഴിച്ചു കളയും. അപ്പോൾ ഈശ്വരൻ അവിടെ ഉണ്ടാവില്ല. ദുഃഖത്തിൽ മാത്രമേ ഈശ്വരന്റെ അടുത്ത് പോയിട്ടുള്ളൂ. സുഖം വരുന്ന സമയത്ത് ആളെ മറന്നു കളയും. ഈശ്വരൻ പറയുന്നത് അങ്ങനെയല്ല. എന്റെ സുഹൃത്തുക്കൾ ആയിട്ട് ജീവിക്കുന്നവരാരാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായാൽ അപ്പോൾ അത് ഈശ്വരനെ അറിയിക്കുക. അവർക്ക് എന്തെങ്കിലും മോശമായ കാര്യം ഉണ്ടായാലും അറിയിക്കുക. അവർ ജയിച്ചാലും അറിയിക്കും, തോറ്റാലും അറിയിക്കും. ഈശ്വരനുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പാ. എന്തിനാ ഭയപ്പെടുന്നത്? ഈശ്വരനെ അത്രയും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ കരുതിക്കൊണ്ടിരിക്കുന്നവർ ഈശ്വരന്റെ അടുത്തു തന്നെയായിരിക്കും. ഊണിലും ഉറക്കത്തിലും അവർ ഈശ്വരന്റെ ഒപ്പമായിരിക്കും. ഇതാണ് ഗീതയിലെ ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് കടക്കാം അടുത്ത ശ്ലോകത്തിലേക്ക്. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യയേ അപിസ്യുപാപയോനയ സ്ത്രിയോ വൈശ്യസ്ഥദാ ശൂദ്രസ്തേ അപി യാന്തി പരാം ഗതി. ഈ ശ്ലോകം ഈശ്വരന്റെ മുന്നിൽ വന്നെത്തുന്ന പല വിധത്തിലുള്ള മനുഷ്യരെ ഈശ്വരൻ ഒരു വിധത്തിലേ കാണുന്നുള്ളൂ എന്നതാണ് പറയുന്നത്. എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരാകട്ടെ, അവർ സ്ത്രീകളാകട്ടെ, അവർ വൈശ്യരോ ശൂദ്രരോ ആകട്ടെ, കച്ചവടക്കാരോ വളരെ താഴെക്കടയിലുള്ളവരോ ആരോ ആകട്ടെ, ആരായാലും അവർക്ക് ഞാൻ പരമപദം നൽകും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വാഗ്ദാനം നൽകുന്നത്. ആരാകട്ടെ, ഈശ്വരന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഇതും നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ കാണാവുന്നൊരു കാഴ്ചയാണ്. എന്താണ്? ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഇതൊരു ജാതിമത ഭേദം ബാധിക്കാത്ത ഇടമാണ്. ഇവിടെ അങ്ങനെ യാതൊരു ഭേദങ്ങളുമില്ല. മറ്റൊന്ന്, ഇവിടെ സ്ത്രീകൾക്ക് വളരെ വലിയ ആദരവും ബഹുമാനവും നൽകി സ്ത്രീകളെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനയജ്ഞമാണ്. മറ്റൊന്ന്, ഇവിടെ ഏത് ജാതി മതസ്ഥര് വന്നാലും അവരെ ഇവിടെ വിളിക്കുന്നത് ബ്രാഹ്മണർ എന്നാണ്. ഈ 3 വിശേഷതകൾ നിങ്ങൾ ഓർമ്മ വെച്ചുകൊള്ളൂ. ഒന്നിവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. മറ്റൊന്ന്, ഇവിടെ സ്ത്രീകളെ പിന്നിലാക്കുന്ന പരിപാടിയില്ല. സ്ത്രീകളാണ് ഇവിടെ മുന്നിൽ. അവർക്ക് ഈശ്വരൻ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്ന എത്ര നാര്യസ്ത് പൂജന്തേ തത്ര രമന്തേ ദേവത എന്ന ആർഷഭാരതത്തിന്റെ ആ ഒരു സംസ്കാരത്തെ മുന്നിട്ട് നിർത്തുവാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുള്ളവരെല്ലാവരും സ്ത്രീരത്നങ്ങളാ, നാരീരത്നങ്ങളാ. ആ ഒരു വിശേഷത ഇവിടെ കാണാം. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും ശരി, അവർ ഏത് ജാതിയിലോ മതത്തിലോ രാജ്യത്തിലോ ഉള്ളവരാകട്ടെ, ഇവിടെ വന്നാൽ പിന്നെ അവരെ അറിയപ്പെടുന്നത് ബ്രാഹ്മണർ എന്നാണ്. ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണർ. ഇവിടെ എല്ലാവരും ബ്രാഹ്മണരാ. പരസ്പരം അങ്ങനെ വിളിക്കുക, ബ്രാഹ്മണാത്മാക്കൾ എന്നാ പറയുക.
നിങ്ങൾക്ക് വന്നാൽ അത് കാണാൻ പറ്റും. ആ ദൃശ്യം ഇവിടെ എല്ലാവരും ബ്രാഹ്മണരാണ്. ബ്രഹ്മത്തെ അറിഞ്ഞ പിന്നെ ബ്രാഹ്മണനല്ലേ? ബ്രഹ്മാവിലൂടെ ജനിച്ചവർ ബ്രാഹ്മണനല്ലേ? പ്രജാപിതാ ബ്രഹ്മാ ബാബയുടെ സന്താനങ്ങൾ, പ്രജാപിതാ ബ്രഹ്മാവിലൂടെ ജ്ഞാനമാർജിച്ചവർ, പരമാത്മജ്ഞാനം. അപ്പോൾ അതുകൊണ്ട് ഈ ശ്ലോകം അന്വർത്ഥമാക്കുന്ന ഒരിടമാണ് ഈ ജ്ഞാനയജ്ഞം, ബ്രഹ്മകുമാരീസ് എന്ന ജ്ഞാനയജ്ഞം. ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിക്കാം. എന്നെ ആശ്രയിക്കുന്നവർ, അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രന്മാരോ ആരോ ആകട്ടെ, ആരായാലും അവർ പരമപദം പ്രാപിക്കും. അവർക്ക് ഞാൻ പരമപദം നൽകും. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ഒരു ശ്ലോകത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നു. ഗീതയിലെ 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. ഇതാണ് ഭഗവാൻ പറയുന്നത്. പ്രേമമുണ്ടായാൽ മതി എന്നാ പറയുന്നത്. പ്രേമവും പ്രീതിയും ഉണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞാൻ തന്നെ നൽകിക്കോളാം. ബുദ്ധി കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ബുദ്ധിപൂർവം ഭഗവാനെ സമീപിക്കേണ്ട എന്നാ പറയുന്നത്. അഥവാ ബുദ്ധിപൂർവം സമീപിക്കുന്നത് ശരിയല്ല, മനസ്സിലാക്കില്ല അവര്. നമ്മുടെ ബുദ്ധിയും കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിന് മാത്രമൊന്നും നമ്മൾക്ക് ബുദ്ധിയില്ല. നമ്മളുടെ ബുദ്ധി ഭൗതികമായ കാര്യങ്ങളുടെ പിറകിൽ വളർത്താൻ നമുക്കറിയാം. അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനും നമ്മുടെ ബുദ്ധി മതി. എന്നാൽ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ കയ്യിൽ വെച്ചിട്ട് വരണ്ട, അത് ഈശ്വരൻ തരും. ആ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാലേ ഈശ്വരനെ മനസ്സിലാവുള്ളൂ. ഗീതയിൽ ദിവ്യ ചക്ഷുസിനെ കുറിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലായതുപോലെ ദിവ്യ ബുദ്ധിയും ആവശ്യമാണ് ഈശ്വരനെ മനസ്സിലാക്കാൻ. ഇവിടെ ഒരുപാട് ബുദ്ധിരാക്ഷസന്മാര് വരേണ്ട ആവശ്യമില്ല. ഇവിടെ രാക്ഷസ ബുദ്ധി കൊണ്ട് വന്നിട്ടൊന്നും മനസ്സിലാവില്ല. ബുദ്ധിരാക്ഷസന്മാരായിട്ടേ ഇവിടെ പ്രയോജനമില്ല. ഇവിടെ വേണ്ടത് ദിവ്യബുദ്ധി ഈശ്വരൻ നൽകുമ്പോൾ അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രേമവും പ്രീതിയുമാണ് ഈശ്വരനോട് ആദ്യം വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നിരക്ഷരരായ മാതാക്കൾ. അനവധിയുണ്ടാകും. എഴുത്തും വായനയും പോലും അറിയാത്ത എത്രയോ അമ്മമാർ, എത്രയോ വയസ്സായ അപ്പൂപ്പന്മാർ ഇവിടെ വന്നിരുന്ന് ഈ ജ്ഞാനത്തെ 3 കണ്ണും തുറന്നിരുന്ന് കേൾക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. ഇതിന് അവർക്ക് എഴുത്തും വായന അറിയണ്ട, അവർ വലിയ വലിയ കോളേജുകളിലൊന്നും പഠിക്കണ്ട. ഈ ജ്ഞാനം മനസ്സിലാക്കാൻ പ്രീതി മതി. ബുദ്ധി ഈശ്വരൻ നൽകും. പ്രേമവും പ്രീതിയും മതി. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സർവ്വസാധാരണക്കാരായ മനുഷ്യർ, എന്നാൽ എത്രയോ വലിയ മഹർഷിമാർക്കുള്ളിലുള്ള ജ്ഞാനത്തെ പേറി നടക്കുന്ന ദൃശ്യം നമുക്കിവിടെ കാണാം. അപ്പോൾ ഈശ്വരൻ നമ്മളോട് പറയുന്ന അതാണ്, പ്രേമം ഉണ്ടെങ്കിൽ ബുദ്ധി തീർച്ചയായും ഞാൻ നൽകാം. അത് എങ്ങനെ എന്നുള്ളതാണ് അടുത്ത വിഷയം. പ്രേമമുണ്ടെങ്കിൽ എങ്ങനെ ബുദ്ധി ലഭിക്കും? അതിനൊരു 3 ശ്ലോകങ്ങൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രേമത്തിലൂടെ ബുദ്ധി ആർജിച്ചെടുക്കുവാൻ വേണ്ടി ഈശ്വരൻ നൽകുന്ന ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകൾ പറയുകയാണ്. ഇതൊരു 3 തരം തപസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 3 തരം തപസ്സുകൾ ഗീതയിലെ 17-ാം അധ്യായത്തില് ഈ തപസ്സുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം അധ്യായത്തിലെ 14, 15, 16 ശ്ലോകങ്ങളിലാണ് ശരീരത്തിന്റെ തപസ്സും വാക്കിന്റെ തപസ്സും മനസ്സിന്റെ തപസ്സും. ഈ 3 തപസ്സുകൾ നമ്മൾ പ്രേമത്തോടുകൂടി നിറവേറ്റുക, ബുദ്ധി സ്വതവേ ദിവ്യബുദ്ധിയായി മാറും. ഇതാണ് ഭഗവാൻ തരുന്ന വാഗ്ദാനം. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് 17-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. ദേവദ്വിജ ഗുരുപ്രാജ്ഞപൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്യതേ. ഇവിടെ പറയുന്നത് ഇത് ശരീരത്തിന്റെ തപസ്സാണ്. ശരീരം തപോമയമായി മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? കേട്ടോളൂ. പരമാത്മാവിനെയും പരമാത്മജ്ഞാനികളായ ബ്രാഹ്മണരെയും അതുപോലെ ആത്മീയ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ആദരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം. ആദ്യം പരമാത്മാവിനെ, പിന്നെ ബ്രാഹ്മണരെ, പരമാത്മാവിനെ അറിഞ്ഞവരെ, പിന്നെ തന്റെ ആത്മീയ ഗുരുക്കന്മാരെ, ആത്മീയതയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയവരെ, പിന്നെ മാതാപിതാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക. കൂടാതെ ദേഹശുദ്ധി, ദേഹത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നവർ, ദേഹത്തെ സദാ ശുദ്ധമായി സൂക്ഷിച്ചിരിക്കുന്നവർ, ദേഹം അശുദ്ധമാക്കി കൊണ്ടു നടക്കാതെ ദേഹത്തിന് മര്യാദയ്ക്കുള്ള ശുദ്ധിയെല്ലാം നൽകി പരിപാലിക്കുന്നവർ. മറ്റൊന്ന് ലാളിത്യം. ലാളിത്യം എല്ലാത്തിലും, ഭക്ഷണത്തിലുള്ള ലാളിത്യം, വസ്ത്രധാരണത്തിലുള്ള ലാളിത്യം, ഒരുപാട് ആർഭാടങ്ങളൊന്നും കാണിച്ചു ജീവിക്കാതെ ലളിതമായ ജീവിത വ്യവസ്ഥയുള്ളവർ, അതാണ് ലാളിത്യം പാലിക്കുക.
ദേഹശുദ്ധി പാലിക്കുക, ലാളിത്യം പാലിക്കുക, ബ്രഹ്മചര്യം. ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള പരിശുദ്ധിയുടെ ഒരു പ്രധാന കവാടമായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. പിന്നീട് അഹിംസയെ പാലിക്കുക. ഇവയെല്ലാം പാലിക്കുന്നവർ ശരീരത്തിന്റെ തപസ് അനുഷ്ഠിക്കുന്നവരാണ്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ ആദരിക്കേണ്ട കാര്യങ്ങൾ, പരമാത്മാവിനെ, ബ്രാഹ്മണത്വമുള്ളവരെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെയൊക്കെ ആദരിക്കുക, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവ പാലിക്കുക, ഇവർ ശരീരത്തിന്റെ തപസ് അനുഷ്ഠിക്കുന്നവരാണെന്ന് പറയാം. ഇതിൽ അഹിംസ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ശുദ്ധി അവിടെ വരുന്നുണ്ട്. സാത്വിക ഭോജനം കഴിക്കുന്നവർ മാത്രമേ അഹിംസാവാദികളാകൂ. ജീവികളെ കൊന്നു തിന്നുന്നവർ ഒരിക്കലും അഹിംസാവാദികളല്ല, അവർ ഹിംസകർ തന്നെയാണ്. അവർ കൊല്ലണ്ട, അവർക്ക് വേണ്ടിയിട്ടല്ലേ കൊല്ലുന്നത്. ഈ മാംസം കഴിക്കുകയും മത്സ്യം കഴിക്കുകയും ചെയ്യുന്നവർ ഈ ലോകത്തുള്ളത് കൊണ്ട് അത് കാരണത്താൽ ഒരുപാട് പേര് ഈ ജീവികളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധ വെക്കണം. ഭക്ഷണം അഹിംസ പാലിക്കുന്ന ഭക്ഷണമായിരിക്കണം, സാത്വിക ആഹാരമായിരിക്കണം. അതും ശരീരത്തിന്റെ തപസ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാംസമോ മത്സ്യമോ മുട്ടയോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുത്. ഇത് തന്നെയാണ് അഹിംസ എന്ന് പറയുന്നത്. അത് ഭക്ഷണമല്ല. ഭക്ഷണം എന്താണെന്ന് ഇതാ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നു 17-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ. ആയുസത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാഹാര സ്വാത്വിക പ്രിയ. ആയു സത്വ ബലാരോഗ്യ എന്നാ തുടങ്ങുന്നത്. ദീർഘായുസ്സും തന്റെ നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യവും സന്തുഷ്ടിയും സംതൃപ്തിയും നൽകുന്നതും മാർദ്ദവമായതുമായ ആഹാരങ്ങളാണ് സാത്വിക ആഹാരങ്ങൾ. ഇതാണ് സാത്വികർ ഇഷ്ടപ്പെടേണ്ടത്. ഇതാ പറയുന്നത്. എങ്ങനെയൊക്കെയുള്ളത്? ദീർഘായുസ് നൽകുന്ന ഭക്ഷണം, നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ബലം നൽകുന്ന ഭക്ഷണം, ആരോഗ്യവും സന്തുഷ്ടിയും സംതൃപ്തിയും നൽകുന്ന ഭക്ഷണം. ഇതൊക്കെ മനസ്സിന്റെ കാര്യമാണ്, സന്തുഷ്ടി, സംതൃപ്തി. അപ്പോൾ ഈ ഹിംസ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊന്നും ഇത് കിട്ടില്ല. ഒരു ജീവിയുടെ കണ്ണീര് പുരണ്ട ഭക്ഷണം ഒരിക്കലും നമ്മൾ കഴിക്കരുത്. ജന്തുക്കളെ കൊന്നു കഴിക്കരുത്. ആത്മാവിനെ അതിൽ നിന്ന് നിർബന്ധപൂർവം അറുത്തുമാറ്റി ആത്മാവിനെ വേർപെടുത്തി കഴിക്കരുത്. മഹാപാപമാണത്. ഇത് പലർക്കും സംശയമുണ്ടാക്കും. ഈ ഭക്ഷണവും ഈശ്വരനും തമ്മിൽ എന്താ ബന്ധം? തീർച്ചയായും ബന്ധമുണ്ട്. ഭക്ഷണമാണ് ശരീരമായി മാറുന്നത്, ശരീരത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് കടമയാണ്. പക്ഷെ പല പല കാരണങ്ങളാൽ, അന്ധവിശ്വാസങ്ങളാൽ ആർക്കും ഈ ഭക്ഷണത്തെ സാത്വികമാക്കി വെക്കാനുള്ള ശ്രദ്ധയില്ല എന്നുള്ളതാണ്. ചില കാരണങ്ങളെയും അവയ്ക്കുള്ള പരിഹാരങ്ങളെയും ഇവിടെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. മത്സ്യമാംസാഹാരങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്കുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾക്കിവിടെ ഒന്ന് മാറ്റിയെടുക്കണം. മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരുടെ ഒരു പ്രധാന അന്ധവിശ്വാസമാണ് ഇത് കഴിച്ചാലേ ആരോഗ്യമുണ്ടാകൂ എന്നുള്ളത്. ഇത് വലിയൊരു അന്ധവിശ്വാസമാണ്. മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ട് ആരോഗ്യമുണ്ടാകേണ്ട. അത് കഴിച്ചിട്ടുള്ള ആരോഗ്യം മനുഷ്യന് ആവശ്യമില്ല. അതാണ്. ഒരു ആടിന്റെ മാംസം നമ്മൾ കഴിക്കുകയാണ് ആരോഗ്യത്തിന് വേണ്ടിയെങ്കിൽ ആ ആടിന്റെ മാംസത്തിൽ ആ ആരോഗ്യം നൽകുന്ന സാധനങ്ങൾ എവിടെ നിന്നെത്തി? അത് കഴിച്ച ഇലകളിൽ നിന്നും ചെടികളിൽ നിന്നുമാണ്. ഏതൊരു ജീവിയും നമ്മൾ കൊന്നു കഴിക്കുന്ന ജീവികൾ സസ്യഭുക്കുകളായിരിക്കും. അപ്പൊ അവയുടെ മാംസത്തിൽ എത്തിയിരിക്കുന്ന ഊർജം ഏതോ ഒരു സസ്യത്തിൽ നിന്നായിരിക്കും. അപ്പോൾ സസ്യത്തിൽ നിന്ന് അവരെടുത്ത് വെച്ചിരിക്കുന്ന ഊർജത്തെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് നേരിട്ട് സസ്യത്തെ ആശ്രയിച്ചുകൂടെ? വളഞ്ഞ വഴി എന്തിനാണ്? അപ്പോൾ ഒരു മാംസത്തിന് നമ്മൾക്ക് ഊർജം തരുന്ന ഒരു മീഡിയമാകാനേ കഴിയും. അത് ഊർജം തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സസ്യത്തെ നേരിട്ട് ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഊർജ സംഭരണത്തിനുള്ള ആഹാര രീതി. ഊർജമാണ് നിങ്ങൾക്ക് ആഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് സസ്യാഹാരം തന്നെയാണ്. അതുപോലെ ഈ മാംസമൊക്കെ കുട്ടികൾക്ക് തടിയും ആരോഗ്യം വേണമെന്ന് പറഞ്ഞിട്ട് മാംസമൊക്കെ ചെറുപ്പം മുതലേ കഴിപ്പിക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് മാംസമൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും. വളരെ ഭീകരമാണ് ഈ അവസ്ഥ. തടിക്കാൻ മാംസം കഴിക്കണം എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഈ ആന തടിച്ചത് എന്ത് മാംസം കഴിച്ചിട്ടാ? കാട്ടുപോത്തും കാണ്ടാമൃഗമൊക്കെ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നത് എന്ത് മാംസം കഴിച്ചിട്ടാ? ഈ കൂറ്റൻ കാളകളെയൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് മാംസമാണ് അവർ കഴിക്കുന്നത്? മാംസം കഴിച്ചിട്ടൊന്നും വേണ്ട തടിക്കാൻ. അതൊരു ശരീരപ്രകൃതിയാണ്, തടിക്കുക, മെലിയുക എന്നൊക്കെ ഉള്ളത്. അത് മാംസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അതുപോലെ മാംസത്തിന് മേലുള്ള മറ്റൊരു അന്ധവിശ്വാസമാണ് ഈ മാംസം വളരെ ടേസ്റ്റുള്ള സാധനമാണ്, ഇതൊരല്പം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം ഇറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി പച്ചക്കറിക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കുണ്ട്. മാംസത്തിനും ടേസ്റ്റ് ഇല്ല.
മാംസത്തിന് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി തരാം. ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മാംസം വാങ്ങി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് കഴിക്കൂ, പുഴുങ്ങി കഴിക്കൂ. എന്നിട്ട് ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ അതിന്റെ കൂടെ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അഥവാ നിങ്ങൾക്ക് മാംസം പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് കഴിക്കാൻ പറ്റുമ്പോൾ ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ടേസ്റ്റിന്റെ സാധനമാണെന്ന് തീരുമാനിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ചേർത്ത മസാലയും എണ്ണയും തരുന്ന ടേസ്റ്റിനെ മാംസത്തിന്റെ സ്വാദാണെന്ന് തെറ്റിദ്ധരിച്ച് തന്റെ ആമാശയത്തെ കൊല്ലരുത്. ടേസ്റ്റ് 2 മിനിറ്റ് നാവിൽ തങ്ങി നിൽക്കുള്ളൂ, പിന്നെ ഇത് 2-3 മണിക്കൂർ ആമാശയത്തിൽ തങ്ങി നിൽക്കും. മാംസം 2-3 മണിക്കൂറുമല്ല, ദീർഘമായ സമയം ആമാശയത്തിനകത്ത് തങ്ങി നിൽക്കും. എന്നാലാകട്ടെ മനുഷ്യന്റെ ആമാശയത്തിന് മാംസത്തെ ദഹിപ്പിക്കുവാനുള്ള കഴിവൊട്ടില്ലതായി. വളരെ ചുരുങ്ങിയ ഉപാപചയ പ്രവർത്തന വ്യവസ്ഥയുള്ള ഒരുപാട് നീളം കൂടിയ കുടലുകളില്ലാത്ത ജീവികളാണ് മാംസഭോജികൾ. മനുഷ്യന്റെ വ്യവസ്ഥ അങ്ങനെയല്ല, സസ്യബുക്കുകളുടേതായ വ്യവസ്ഥയാണ്. ഇതിനകത്തേക്ക് മാംസം ഇട്ട് കഴിഞ്ഞാൽ അത് ജീർണിച്ചു പോവുക. നമ്മളൊരു മാംസക്കഷ്ണം എടുത്ത് കയ്യിൽ വെച്ച് അരച്ചു നോക്കൂ, എത്ര നേരം കഴിഞ്ഞാലും അത് അങ്ങനെ റബ്ബർ പോലെ ഉണ്ടാവും. ഈ ഇത്രയും ഹാർഡായിട്ടുള്ള കയ്യിൽ വെച്ച് ഇത് അരയ്ക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ സാധനം എന്നിട്ട് നമ്മൾ ഈ ആമാശയത്തിനകത്തേക്ക് ഇടുന്നത് മാംസവും തമ്മിൽ കൂട്ടിയൊരുക്കുകയാണ്. അവിടെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഫലമാണ് അനവധി രോഗങ്ങളും മറ്റും നമ്മൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാംസം കഴിക്കുന്നവർക്ക് രോഗങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ചില മനുഷ്യർ വിശ്വസിച്ചിരിക്കുന്നത് മനുഷ്യർ മിശ്രഭോജികളാണെന്ന. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. മനുഷ്യൻ മിശ്രബുക്കല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ സസ്യബുക്ക് തന്നെയാണ്. പരന്ന പല്ലുകളും പരന്ന നഖവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ജീവിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ സസ്യബുക്കുകളെ പോലെയുള്ള പല്ലും നഖവും തന്നിരിക്കുന്നത് സസ്യാഹാരം കഴിക്കുന്നവരായതുകൊണ്ടാണ്. നമ്മൾ പിന്നെ പഠിച്ചതാ ഈ മാംസാഹാരം കഴിക്കാൻ. അഥവാ സസ്യാഹാരം വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം, കാരണം നമ്മൾ സസ്യഭോജികളാ. മാംസഭോജികളാണെങ്കിൽ നമ്മൾക്ക് മാംസം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റണം. ഒരാളും കഴിക്കില്ല, തൊട്ടാൽ തന്നെ പോയി കൈ കഴുകും. ഇത്രയും അറപ്പാണ്. പക്ഷെ അത് വേവിച്ചിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. മാംസാഹാരം നമുക്ക് ചേർന്ന സാധനമല്ല. ഇത് തിരിച്ചറിയുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സസ്യാഹാരത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് സസ്യാഹാരപ്രിയരാകൂ. കേവലം നമ്മുടെ ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരു ജീവിയുടെ ജീവിതം നശിപ്പിക്കരുത്. ആ കണ്ണീര് നമ്മളുടെ അകത്തേക്ക് കൊണ്ടുവരരുത്. ഈ കൊല്ലുന്ന സമയത്ത് ആ ജീവികളുടെ ഉള്ളിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഭയം കൊണ്ടുള്ള ഹോർമോണുകളുടെ വിഷം നമ്മൾ കഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അത് സയൻസ് പറയുന്നുണ്ട്. ആ ഒരു വിഷവും പിന്നെ പാപമാകുന്ന വിഷവും, ഇത് രണ്ടും ദിവസേന ഭക്ഷണത്തിന്റെ കൂടെ ഉരുട്ടി കഴിക്കുന്നവർക്ക് തപസ് അനുഷ്ഠിക്കുക കഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ അന്നത്തിൽ വളരെയധികം ശ്രദ്ധ വെക്കണം. സാത്വിക ആഹാരപ്രിയരായി മാറണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ വാക്കിന്റെ തപസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. ഇത് ഗീതയിലെ 17-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകമാണ്. വാക്കിന്റെ തപസ്സാണ് ഇവിടെ. എന്ന് വെച്ചാൽ വാക്കിനെ ശുദ്ധീകരിക്കുക. ഇവിടെ പറയുന്നത് വാക്കിന്റെ തപസ് എന്ന് പറയുന്നത് സത്യം പറയുക, ഉപകാരമുള്ള കാര്യങ്ങൾ പറയുക, ഹിതകരമായിട്ട് പറയുക. സത്യം പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് ഹിതകരം കൂടിയാകും. എന്ന് വെച്ചാൽ ദുഃഖം നൽകരുത്. സത്യം പറയും വേണം, ദുഃഖിപ്പിക്കാനും പാടില്ല. കുറച്ച് പരിശ്രമകരമാണ്. ആ രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക. പിന്നെ ജ്ഞാനയുക്തമായ രീതിയിൽ സംസാരിക്കുക. ജ്ഞാനം, വിവേചനം ഉണ്ടായിരിക്കണം വാക്കുകളിൽ. ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് വാക്കുകളിലെ തപസ്. വാക്കുകൊണ്ട് തപസ് അനുഷ്ഠിക്കുന്നത് അങ്ങനെയാണ്. എന്തൊക്കെയാണ്? സത്യം പറയുക, ഉപകാരമുള്ള രീതിയിൽ പറയുക, ഹിതകരമായ കാര്യങ്ങൾ സംസാരിക്കുക, ദുഃഖം നൽകാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ജ്ഞാനയുക്തമായി സംസാരിക്കുക. പിന്നെ നമുക്ക് സംസാരിക്കേണ്ടതായ വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുക. നമ്മൾക്ക് ആവശ്യമില്ലാത്ത, ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് നമ്മുടെ സമയത്ത് കൊല്ലാതിരിക്കുക. ഇതും വാക്കിന്റെ തപസ്സിൽപ്പെടുന്നൊരു കാര്യമാണ്. ഇനി അടുത്തതാണ് മനസ്സിന്റെ തപസ്. നമുക്കിത് അടുത്ത ഒരു ദിവസത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. മനസ്സിന്റെ തപസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും രാജയോഗ ധ്യാനത്തിന്റെ പരിശീലനത്തെക്കുറിച്ചും നമ്മൾക്ക് അടുത്ത ഒരു അധ്യായത്തിൽ കൂടുതൽ മനസ്സിലാക്കാം. ഇന്ന് സമയപരിധി മൂലം നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ
നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം